ഈ കോവിഡ് കാലത്ത് രോഗങ്ങളകറ്റു ആരോഗ്യ സംരക്ഷിക്കൂ. ടിയാര സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്. ശ്യാമപ്രസാദ് ആയാലും ഇന്ദ്രൻസ് ആയാലും മമ്മൂട്ടി ആയാലും എവറി ആക്ടർ ഇസ് ഇൻസെക്യൂർ ബിഫോർ ദ ക്യാമറ. പലരും റിഹേഴ്സൽ തന്നെ ചെയ്യാറില്ല. അല്ല, എക്സ്പീരിയൻസ് നടനല്ലാത്തതുകൊണ്ടായിരിക്കാം ആശങ്കകൾ കൂടുതലുള്ളത്. അഗ്നിസാക്ഷിയിൽ ഉണ്ണി നമ്പൂതിരിക്ക് സ്യൂട്ടബിൾ ആയ ഒരു ആക്ടർ ഇല്ലായിരുന്നു മലയാളത്തിൽ. അവിടെ ഒരേ കണ്ടുള്ള സമയത്തൊക്കെ നമുക്ക് പറയായിരുന്നു, ഒരു ക്യാമറയ്ക്ക് മുമ്പിലുള്ള ആക്ടർ ഈസ് ഓൾവേസ് നെർവസ് ഇൻ ദ സെൻസ്. ഏതെങ്കിലും ഒരു ആക്ടറെ വെച്ചൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു അല്ല എൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള മോഹം. ഒരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് വലിയ ക്യാമറ വലിയൊരു സെറ്റപ്പ് ചെയ്യുന്ന ഷോർട്ട് സെറ്റപ്പ് ചെയ്യുന്നതിലോ സ്പെഷ്യൽ എഫക്റ്റ് ഉണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ എഡിറ്റിംഗിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിലോ അല്ല എൻ്റെ താല്പര്യം. കാസ്റ്റ് മെമ്പേഴ്സ് വെച്ചിട്ടുള്ള ഫിലിം ചെയ്യുന്നതിൻ്റെ റീസൺ ഈസ് പ്രൈമർലി ഫിനാൻഷ്യൽ. വ്യത്യസ്തമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള ആശയങ്ങളും സ്വപ്നങ്ങളും ഒന്നൊക്കെ ഇല്ലാതായി കഴിഞ്ഞു. ഫിലിം ഇൻഡസ്ട്രിയിൽ അത് വലിയ തോതിൽ നടന്നു. നമ്മൾ സോ കോൾഡ് ഒരു പാരലൽ സിനിമ ഓർ ദ ക്വാളിറ്റി സിനിമ ഓർ ദ ആർട്ട് സിനിമ അതും എല്ലാം അട്ടിമറിക്കപ്പെട്ടു. ഞാൻ ചില ചെറിയ അഭിനയങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആക്ടർ മിക്കവാറും കംപ്ലീറ്റ്ലി ബ്ലൈൻഡാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും പലപ്പോഴും ഡയറക്ടേഴ്സ് ക്ലിയർ ആയിട്ട് പ്ലേ ചെയ്യാതിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു നല്ല കണ്ടന്റ് ആവുക എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എൻ്റെ സിനിമകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ളൊരു മികവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലളിതാംബിക നിർജ്ജനത്തിൻ്റെയും അൽബർട്ട് കമ്മ്യൂണിൻ്റെയും ടെനിസി വില്യംസിൻ്റെയും ഒക്കെ മുകളിൽ കയറി ചുമലിൽ കയറി നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ആ ഹൈറ്റ് തോന്നുന്നത്. കോളത്തൊരു ബീറ്റിൽസ് കഫേ ഉണ്ടായിരുന്നു. ഐ യൂസ് ടു സീ എ ലോണർ, ഒരു ഗിറ്റാർ മേടിച്ചൊരു പയ്യൻ എപ്പോഴും അവിടെ ഉണ്ടാവും. യു വുഡ് ജസ്റ്റ് ഹാവ് എ സൂപ്പ് ഓർ സംതിങ്. അങ്ങനെ അവനോട് ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്തു. അവൻ്റെ ഒരു ലോൺലിനെസ്, അവൻ്റെ ഒരു അതിൽ നിന്നൊക്കെയാണ് ഹേ ജൂഡ് ഉണ്ടാവുന്നത്. സാറിന് എപ്പോഴെങ്കിലും മലയാളത്തിലല്ലാണ്ട് ഒരു സിനിമ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഡ്രീമൊന്നും എനിക്കില്ല. ഹലോ ശ്യാം സർ, വെൽക്കം ടു പോയിന്റ് ഓഫ് വ്യൂ. ഹലോ വിവേക്. സാർ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 25 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. ഹൗ ഡു യു ലുക്ക് ബാക്ക്? എന്താണ് ഹൗ ഡു യു വാണ്ട് ടു റിമെമ്പർ യുവർ ജേർണി ലൈക്ക്? 25 വർഷമായെന്നൊന്നും തോന്നില്ല. ബിക്കോസ് യു ഓൾവേസ് മൂവ് ഫ്രം വൺ ഫിലിം ടു ദി നെക്സ്റ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മൊത്തമൊരു ഓവറിനെ കുറിച്ചൊന്നും നമ്മൾ ബോധവാനായിരിക്കില്ല. 15 സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. സോ 15 തരം അനുഭവങ്ങളായിരുന്നു. 15 തരം സിനിമകളാണെന്ന് എനിക്ക് തോന്നുന്നത്. പല രീതിയിലുള്ള ലൈഫിൻ്റെ ഡിഫറെൻറ്റ് ഫാസറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഡിഫറെൻറ്റ് ജോണേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ദെൻ ഇത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഓഡിയൻസും ക്രിട്ടിക്സും ഒക്കെ അല്ലേ. സാറിൻ്റെ സിനിമകളിൽ ഇപ്പം ഒരുപാട് കാസ്റ്റ് മെമ്പേഴ്സൊന്നും ഉണ്ടാവില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും അവരുടെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സും അല്ലെങ്കിൽ അവരുടെ കോൺഫ്ലിക്ട്സും ഒക്കെ ആയിരിക്കും സാർ. അപ്പോൾ ആ ഒരു ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ദി എൻറ്റയർ ഈവൻ ദ ലീഡ്സ് ആൻഡ് ദ സപ്പോർട്ടിംഗ് കാസ്റ്റ് എല്ലാവരുടെയും പെർഫോമൻസസ് വളരെയധികം ബ്രില്യൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അതും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സ്റ്റാർസിനെ തന്നെ അവരെ വേറെ രീതിയിലാണ് സാർ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് യുവർ സ്കൂൾ ഓഫ് ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് ഓർ ആക്ടേഴ്സിനെ എങ്ങനെയാണ് സാർ, ഹൗ ഡു യു വർക്ക് വിത്ത്? ടു ബി വെരി ഫ്രാങ്ക്, ഇത്തരത്തിലുള്ളൊരു വളരെ ലിമിറ്റഡ് കാസ്റ്റ് മെമ്പേഴ്സ് വെച്ചിട്ടുള്ള ഫിലിം ചെയ്യുന്നതിൻ്റെ റീസൺ ഈസ് പ്രൈമർലി ഫിനാൻഷ്യൽ. ഓക്കെ, ഐ നെവർ ഹാഡ് എ ബിഗ് ബഡ്ജറ്റ് ടു സ്പ്ലർജ്. അപ്പം അതുകൊണ്ട് കഥ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചോയ്സസ് ആണെങ്കിൽ ദെൻ യു നോ വേർ യു ആർ. ഒരു ലിമിറ്റഡ് അത് സാറിന് ഒരു ലിമിറ്റേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സെക്കൻഡ്ലി ആർട്ടിസ്റ്റിക്കലി അത് എനിക്ക് ഇഷ്ടമുള്ളൊരു ജോണറും കൂടിയാണ്. ലക്കിലി യുനോ ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളൊക്കെ അധികവും അങ്ങനത്തെയാണ്. ഈ ചേംബർ ഡ്രാമാസ് എന്നൊക്കെ വിളിക്കാവുന്ന, അതിപ്പോൾ നമ്മൾ പഠിച്ച സിനിമകളായാലും ഇപ്പോൾ തന്നെ കാണുന്ന പല സിനിമകളായാലും വളരെ ഒരു ലാൻഡ്സ്കേപ്പിനേക്കാൾ ഒരു മൈൻഡ്സ്കേപ്പ് എക്സ്പ്ലോർ ചെയ്യുന്ന തരം സിനിമകൾ, വേർ ഇമോഷണൽ കോൺഫ്ലിക്ട്സ് ആർ ദ മെയിൻ സ്റ്റേ ഓഫ് ദ ഫിലിം. ഐ ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ മ്യൂസിക്കിൻ്റെ ജോണറിൽ നോക്കുകയാണെങ്കിൽ ചേംബർ മ്യൂസിക് എന്ന് പറയില്ലേ, where there are only few instruments, 4 or 5 instruments, unlike a symphony, there are multiple tones and all that. അപ്പോൾ അതിനോടുള്ളൊരു ഫാസിനേഷൻ എനിക്കുണ്ട്. അത് നമ്മുടെ കയ്യിലൊതുങ്ങും. കേരളം പോലുള്ളൊരു ഫിലിം ഇൻഡസ്ട്രിക്ക് എനിക്ക് തോന്നുന്നത് ഒരു ലോജിക്കലായിട്ട് എടുക്കാവുന്നൊരു വഴി അതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള പല നല്ല സിനിമകളും ഓഫ് കോഴ്സ് ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം മൈൻ in its tone and all that. പക്ഷെ എന്നാലും ചെറിയ കഥകൾ, നമ്മുടെ ചെറിയ സ്മോൾ ടൗൺസിലുണ്ടാവുന്നത്, ചെറിയ മനുഷ്യരുടെ വീടുകൾക്കകത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെയാണ് വാസ്തവത്തിൽ നല്ലൊരു സ്പേസ് എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമയിലുള്ളത്. സോ അത് ഞാൻ സ്വാഭാവികമായിട്ട് അതിലെത്തി. തിയേറ്റർ ഓഫ് കോഴ്സ് അതിന് വലിയൊരു ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം തിയേറ്ററിലും ഈ പറഞ്ഞ പോലെ കഥാപാത്രങ്ങളുടെ
സംഭാഷണങ്ങളിലൂടെയാണ് അതിൻ്റെ ക്രിയാംശം വികസിക്കുന്നത്. പീപ്പിൾ ടോക്ക് ആൻഡ് ദാറ്റ് ബിക്കംസ് ദി ആക്ഷൻ, യുനോ, ലൈക്ക് ഇൻ എ വുഡി ആലൻ ഫിലിം. ടോക്കിംഗ് ബിക്കംസ് ദി ആക്ഷൻ ഓഫ് ദ വിഷ്വൽ. അങ്ങനെ ഒരു വഴി, ഒരു ക്രിയേറ്റീവ് വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നത് ശരിയാണ്. ആൻഡ് ദ വേ യു വർക്ക് വിത്ത് യുവർ ആക്ടേഴ്സ്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട നിവിൻ പോളി അല്ല നമ്മൾ സാറിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നേരത്തെ കണ്ട മുകേഷ് ഏട്ടൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമയിൽ വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഈവൻ മമ്മൂട്ടി സാർ ആയാലും മീര ജാസ്മിൻ ആയാലും ശോഭന ആയാലും എല്ലാവരുടെയും ഒരു ഡിഫറെൻറ്റ് സൈഡ് സാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുവരെ അൺടാപ്ഡ് ആയിട്ടുള്ളൊരു സൈഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഐ ഗെസ് ലോട്ട് ഓഫ് ഇറ്റ് ടു ഡു വിത്ത് ദ സ്ക്രിപ്റ്റ്. ആ കഥാപാത്രങ്ങളുടെ ഫോർമേഷനിലാണ് അതിൻ്റെ ഒരു ഇത് കിടക്കുന്നത് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ദേ ആർ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. വി എക്സ്പ്ലോർ ആൻ അൺസീൻ സൈഡ് ഓഫ് ദാറ്റ് ക്യാരക്ടർ. അതുപോലുള്ളൊരു ക്യാരക്ടർ അത് നമ്മളുടെ ഒരു അറിയപ്പെടുന്നൊരു താരം അഭിനയിക്കുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകൾ അത് സത്യസന്ധമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുമുണ്ടാവുന്ന വ്യത്യാസമാണ്. അല്ലാതെ ദർ ഇസ് നോ പർട്ടിക്കുലർലി ഒരു ആക്ടർ ഡയറക്ടർ റിലേഷൻഷിപ്പിൻ്റെ മാജിക് ആണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ദെൻ ഐ എൻജോയ് വർക്കിംഗ് വിത്ത് ആക്ടേഴ്സ്. ഐ ടേക്ക് എ ലോട്ട് ഓഫ് പ്ലഷർ ഇൻ ഇറ്റ്. ഒരു സിനിമ ഇത് ചെയ്യുമ്പോൾ എനിക്ക് വലിയൊരു ക്യാമറ, വലിയൊരു സെറ്റപ്പ് ചെയ്യുന്ന, ഷോർട്ട് സെറ്റപ്പ് ചെയ്യുന്നതിലോ സ്പെഷ്യൽ എഫക്റ്റ് ഉണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിലോ അല്ല എൻ്റെ താല്പര്യം. ടു ബ്രിങ് ഔട്ട് ദാറ്റ് ഹ്യൂമൻ മൊമെൻറ്റ്, ദ ട്രൂത്ത് ഓഫ് ദറ്റ് മൊമെൻറ്റ് ഫ്രം ആൻ ആക്ടർ, അതിലെനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. ഐ ഗെറ്റ് എ കിക്ക് ഔട്ട് ഓഫ് ഇറ്റ്. സോ ഐ എക്സ്പ്ലോർ ദാറ്റ്. ദാറ്റ് അഗൈൻ കംസ് ഫ്രം തിയേറ്റർ, ഐ തിങ്ക്. യുവർ ആക്ടർ ഈസ് ദി ആക്ച്വലി ദി വെഹിക്കിൾ ടു കമ്മ്യൂണിക്കേറ്റ്. വേറെ സിനിമയുടെ മീഡിയ അങ്ങനെയല്ലല്ലോ. ക്യാമറ ഉണ്ട്, സൗണ്ട് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, ഇതെല്ലാം കൂടിയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വേറെ സംടൈംസ് ഐ യൂസ് ദി ആക്ടർ ടു കമ്മ്യൂണിക്കേറ്റ് ദ നുവാൻസ് ബൈ ഹിംസെൽഫ്. അപ്പോൾ സബ് ടെക്സ്റ്റ് വരും. യെസ് എന്നോ ഓക്കെ എന്നോ പറയുന്നത് തന്നെയും 10-20 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. എക്സാക്ട്ലി. സോ യു എക്സ്പ്ലോർ വിത്ത് ദി ആക്ടർ ആൻഡ് ഐ ലൈക്ക് ദാറ്റ് ഫേസ്. സാധ്യമാകുമ്പോഴൊക്കെ റിഹേഴ്സൽസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഐ മീൻ പ്രീ ഷൂട്ട് റിഹേഴ്സൽസ്, പ്രിപ്പറേഷൻസ്, സോ ദാറ്റ് ക്യാരക്ടറെ ബിൽഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ഹോളായിട്ടുള്ള ഒരു ഷേപ്പ് ആ ആക്ടർക്ക് അറിഞ്ഞിരിക്കുക. ദേ ആർ നോട്ട് ആക്ടിങ് ഷോട്ട് ബൈ ഷോട്ട്. ദേ ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് സംതിങ് വിച്ച് ദേ ഹാവ് പെർസീവ്ഡ് ഓൾറെഡി. അപ്പോൾ അത് റിഹേഴ്സൽസ് ഒക്കെ സഹായിക്കും. ഐ ഡു ആസ് മച്ച് ആസ് പോസിബിൾ. ഷെഡ്യൂളിങ് കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. ബട്ട് ആസ് മച്ച് ആസ് പോസിബിൾ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിക്കും. മാത്രമല്ല പ്രീ റിഹേഴ്സൽസ് ആക്ടർക്ക് ക്യാരക്ടറുടെ ചില ബേസിക്സിനെ പറ്റിയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി ഇൻട്രസ്റ്റ് വിത്ത് യു ആർ ഇൻ വൺ പേജ്. അതൊരു വലിയൊരു സംഭവമാണ്. ഇപ്പം ഞാൻ ചില ചെറിയ അഭിനയങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആക്ടർ മിക്കവാറും കംപ്ലീറ്റ്ലി ബ്ലൈൻഡാണ്. എന്താണ് സംഭവിക്കുന്നത് പോലും പലപ്പോഴും ഡയറക്ടേഴ്സ് ക്ലിയർ ആയിട്ട് ഇപ്പം ഈ ആക്ഷനിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു വന്നിരിക്കുന്നു എന്നുള്ള ക്ലാരിറ്റി പോലും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ആക്ടേഴ്സ് ആർ ഓൾവേസ് ഇൻസെക്യൂർ ബിക്കോസ് യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ എ റീടേക്ക് ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് ദെൻ അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർലി ആ ക്ലാരിറ്റിയൊക്കെ പലപ്പോഴും മിസ് ചെയ്തായി തോന്നുന്നു. സോ ദാറ്റ്സ് ഓൾസോ എ ലെസൺ ഫോർ മീ ടു കമ്മ്യൂണിക്കേറ്റ് as much in detail with the actor. What exactly are you looking for? But at the same time, there is also a danger of over directing, which is also, so you should know when to leave them to do their stuff, ആൻഡ് സാർ ഇപ്പം അഡാപ്റ്റേഷൻസ് കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡാപ്റ്റേഷൻസിൽ കൂടുതലും നോക്കിയാൽ സാർ യു ഹവ് പിക്ഡ് സ്റ്റാർസ്, ഒരു ബോഡി ഓഫ് വർക്ക് ഉള്ള, ഒരു ഹെഫ്റ്റ് ഉള്ള, അവർക്ക് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സിനെയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ സാറിൻ്റെ ഒറിജിനൽ സ്ക്രീൻ പ്ലേസിൽ ഇപ്പോൾ സാർ ന്യൂ കമേഴ്സിനെ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് സ്റ്റാർസിനെ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. സോ ഹൗ അഡാപ്റ്റേഷൻസ് ചെയ്യുമ്പോൾ ഡു യു ഫീൽ ദ നീഡ് ഫോർ ദീസ് എക്സ്പീരിയൻസ്? ഇല്ല, അഡാപ്റ്റേഷനും ഈ ആക്ടറുടെ ഒരു എക്സ്പീരിയൻസും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അതാ നേച്ചർ ഓഫ് ദാറ്റ് റോള് ആണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ കുറച്ച് ഡെൻസ് ആയിട്ടുള്ള നുവാൻസ്ഡ് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമ്പോൾ യു നീഡ് എൻ ആക്ടർ who has come through life. ഇപ്പം മമ്മൂക്ക ഒരേ കടലിൽ ചെയ്തുകൊണ്ട് മമ്മൂക്കയുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക കാഴ്ചപ്പാടുകളും എല്ലാം അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ്. സഡൻലി someone from the street cannot do that. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഐ ഹവ് ഗോൺ ഫോർ ഇറ്റ്. പിന്നെ ഓഫ് കോഴ്സ് ദ ചോയ്സ് ഓഫ് ദി ആക്ടർ ഈസ് ഓഫ് കോഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്കറ്റ്. അത് വളരെ ഒരു പ്ലെയിൻ ട്രൂത്ത് അല്ലേ. അപ്പോൾ യു വിൽ find a person who will as much help you to take the film to the people.
അല്ലേ? ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ശ്രമിക്കുന്ന സാധ്യതയുള്ള ഒരു ആക്ടറെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ ചിലപ്പോഴൊന്നും അത് സാധിക്കില്ല. ഇപ്പം അഗ്നിസാക്ഷിയിൽ ഉണ്ണി നമ്പൂതിരിക്ക് സ്യൂട്ടബിളായ ഒരു ആക്ടർ ഇല്ലായിരുന്നു മലയാളത്തിൽ. ബോഡി ലാംഗ്വേജ്, ഫിസിക്, ഇതെല്ലാം വെച്ചുകൊണ്ട്. സോ ഐ ഹാവ് ടു ഗോ സെർച്ച് ഫോർ സംബഡി ഹു ഇസ് സ്യൂട്ടബിൾ ഫോർ ദാറ്റ്. അങ്ങനെയും സംഭവിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ അത് ശരിയാവും, ചിലപ്പോഴത് തെറ്റുപറ്റും. സാർ ഇപ്പോൾ ഒരു പുതിയ ഫേസിലേക്കും കൂടെ കടന്നിരിക്കുകയാണ്. യു ഹവ് സ്റ്റാർട്ടഡ് കമ്പോസിങ് ആൻഡ് അത് ഇപ്പോൾ ഡയറക്ടേഴ്സ് കമ്പോസേഴ്സ് ആയിട്ടുള്ളവർ വളരെ കുറവാണ് നമുക്കിപ്പം നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ പുറത്തായിട്ടുള്ളവർ തന്നെ വളരെ കുറവാണ്. ഒരു സിനിമയുടെ ഒരു നറേറ്റീവിൻ്റെ ഒരു ഇമോഷണൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് മ്യൂസിക് തന്നെയാണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ ആക്ടേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു സപ്പോർട്ട് സിസ്റ്റം മ്യൂസിക് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ വെൻ യു സ്റ്റാർട്ട് കമ്പോസിങ് അല്ലെങ്കിൽ വെൻ യു ലേൺ കമ്പോസിങ്, ഇതൊരു മീഡിയത്തിന് മുകളിലുള്ള കുറച്ചുകൂടെ കൺട്രോൾ കിട്ടാൻ വേണ്ടി ചെയ്തതാണോ, അതോ സാർ ഒരു ത്രില്ലിന് വേണ്ടി പഠിച്ചു നോക്കി അത് ചെയ്ത് നോക്കാം, പുതിയൊരു കാര്യം പഠിക്കാം എന്നുള്ള രീതിയിൽ ചെയ്തതാണ്? മ്യൂസിക്കിനോട് ഓൾവേസ് താല്പര്യമുണ്ടായിരുന്നു, പഠിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നുള്ളത് വേറൊരു വിഷയമാണ്. അത് പാട്ടുണ്ടാക്കുന്ന പോലെ അല്ല, അത് പ്യുവർ മ്യൂസിക് പോലും അല്ല. അത് എന്നെ സംബന്ധിച്ചുള്ള ഡയറക്ഷൻ്റെ ഭാഗം തന്നെയാണ്. ഐ തിങ്ക് എവറി ഡയറക്ടർ ഷുഡ് ഡു ദാറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ മ്യൂസിക്കലി വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ഒരു പക്ഷേ അതിന് മ്യൂസീഷ്യൻസിനെ തന്നെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും. പക്ഷെ അൾട്ടിമേറ്റ്ലി നേരത്തെ പറഞ്ഞതുപോലെ സിനിമയുടെ നറേറ്റീവിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് അതിലെ സംഗീതം എന്ന് പറയുന്നത്. മോർ ദാൻ എ സൗണ്ട് എഫക്റ്റ്, അതിൻ്റെ മറ്റ് സൗണ്ട് സ്കേപ്പിലെ മറ്റ് ഘടകങ്ങളെക്കാളും കൂടുതൽ. ബിക്കോസ് അതിലൊരു ഇമോഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. നേരത്തെ വിവേക് ഒരു വാക്ക് പറഞ്ഞത് സപ്പോർട്ട് എന്ന് പറയുന്നത്, സപ്പോർട്ടായിട്ടല്ല ഇത് കരുതേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലപ്പോഴും മ്യൂസിക്കിന് ഒരു ഇമോഷണൽ ക്രച്ച് പോലെയാണ് ഫിലിം മേക്കേഴ്സ് ഉപയോഗിക്കാറുള്ളത്. സോ ഇഫ് യു നീഡ് സാഡ്നെസ്, you add a bit of violence, you need some comedy, you do something else. അതൊരു വളരെ സൂപ്പർഫിഷ്യൽ വേ ഓഫ് ഡൂയിങ് ആണ്. എനിക്ക് തോന്നുന്നു മ്യൂസിക് ഷുഡ് ആക്ച്വലി ബി ദ കൗണ്ടർ പോയിന്റ് ഇൻ എ ഫിലിം. നമ്മൾ വിഷ്വലിലോ ഡയലോഗിലൂടെയോ പറയാൻ പറ്റാത്തൊരു കാര്യമാണ് ആക്ച്വലി മ്യൂസിക് പറയുന്നത്. ഡയറക്ടർക്ക് മ്യൂസിക് ഉപയോഗിക്കേണ്ടി വരുന്നത് അതിൽ ഒരു പ്രിമോണിറ്ററിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ പറയുന്നത് ഈ മറ്റൊരു മീഡിയത്തിലെ ഒരു ഘടകത്തിനും പറയാൻ പറ്റാത്തതാണ്. അപ്പം ആ അർത്ഥത്തിൽ ഇറ്റ് പ്ലേസ് എസ് അനദർ സൗണ്ട് ട്രാക്ക് ഇറ്റ് സെൽഫ്. ഇറ്റ്സ് എ സബ്ടെക്സ്ച്വൽ സൗണ്ട് ട്രാക്ക്. സോ അത് ശരിക്ക് ഡയറക്ടോറിയൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കമ്പോസേഴ്സ്, ഔസേപ്പച്ചനായാലും ജയചന്ദ്രനായാലും രാഹുൽ രാജ ആയാലും ഇവർക്കെല്ലാം സംഗീതത്തിൽ വളരെ അധികം കഴിവുകളുണ്ടെങ്കിലും ഒരു ഡയറക്ടോറിയൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഐ ഹാവ് ടു ബി ദെയർ ആസ് ദ ബ്രിഡ്ജ്. സോ ദെയർ കെയിം എ ടൈം ആൻഡ് ദ ടൂൾസ് വർ ദെയർ ബൈ 2000s ഒക്കെ ആയപ്പോഴേക്കും ഡിജിറ്റൽ ഫിലിം മ്യൂസിക്കിൻ്റെ ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടൂൾസ് അവൈലബിൾ ആയി. കോവിഡ് വാസ് ഓൾസോ എ ബ്ലെസ്സിങ്. ആ സമയത്ത് ഞാൻ പഠിച്ചു കുറേ യൂട്യൂബിൽ നിന്നും. പിന്നെ ഓഫ് കോഴ്സ് ഇവരൊക്കെയാണ് എൻ്റെ ഗുരുക്കൾ. ഔസേപ്പ് ബച്ചനും ജയേന്ദ്രനും രാഹുൽ രാജും ഇവരൊക്കെ എൻ്റെ ഗുരുക്കളാണ്. സോ ഐ തോട്ട് ഐ കുഡ് ഡു ദാറ്റ്. മ്യൂസിക്കിൻ്റെ തിയറി അറിഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ അതിൽ വലിയ സ്വാധീനമില്ലെങ്കിലും ആ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് ഇന്നുണ്ട്. പിന്നെ മ്യൂസിക് എന്നുള്ളത് പ്യുവർലി ഒരു ട്യൂൺ ഉണ്ടാക്കലല്ല, അത് ചിലപ്പോൾ ഒരു സൗണ്ടിൻ്റെ ഒരു ആംബിയൻസ് കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും, ചിലപ്പോൾ അത് നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ട് കൊണ്ട്. സോ മ്യൂസിക്കിനെ കുറിച്ചുള്ള ഡെഫിനേഷൻ തന്നെ മാറിക്കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇലക്ട്രോണിക് മ്യൂസിക് എസ്പെഷ്യലി ഡു ദാറ്റ്. നമ്മൾ പല ഇൻ്റർനാഷണൽ ഫിലിംസ് കണ്ടാലും മ്യൂസിക്കിൻ്റെ വരവും പോക്കും നമ്മൾ അറിയുക തന്നെ ഇല്ല, അത് സിനിമയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി. സോ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ I tried doing it and I was involved in 2 small films, A Sunday എന്നുള്ളതും കാസിമിൻ്റെ കഥ എന്നുള്ളതും, which didn't have any budget for a background score creation. I couldn't give any money to anybody. So I thought, okay, I might as well do it. A Sundayയിലും ഇതിലും. So അതല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ ഫേസ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് സംതിങ് വിച്ച് ഐ ഷുഡ് നാച്ചുറലി ഡു. പക്ഷേ അതിനുശേഷം ഞാൻ ഇപ്പോൾ MT വാസുദേവൻ നായർ സാറുടെ കഥകളെ ബേസ് ചെയ്തുള്ള നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസിന് വേണ്ടി ഒരു സിനിമ ചെയ്തപ്പോൾ അതിന് കമ്പോസ് ചെയ്തത് ഔസേപ്പച്ചനാണ്. ബിക്കോസ് അത് കർണാട്ടിക് മ്യൂസിക് ഒരു സിംഗറെ കുറിച്ചാണ് കഥ. സോ ഐ നീഡ് മ്യൂസിക് ആസ് എ കോണ്ടന്റ് ഇൻ സം അതർ ഫോം. സോ ഇറ്റ് വേരീസ്. ഡെഫിനറ്റ്ലി വണ്ടർഫുൾ കമ്പോസേഴ്സ്. എനിക്ക് തോന്നുന്നു മലയാളം ഓർ ഇന്ത്യൻ ഫിലിം ഈസ് ഗിഫ്റ്റഡ്. I think the best part of Indian cinema is its music people.
the composers, the writers and so on. So I will definitely take their help and make use of them. കുറച്ചുകൂടെ ലിബറേറ്റിംഗ് ആണോ when you do your own music? എനിക്കിവിടെ തന്നെ ഇരുന്ന് ചെയ്താൽ മതി. മറ്റത് ഞാൻ മനസ്സിൽ കാണുന്ന റെഫറൻസുകൾ അത് വേറൊരാളെ മനസ്സിലാക്കിച്ചു കൊടുത്ത് അതിലൂടെ അത് കറക്റ്റ് ചെയ്ത് പിന്നെ അതിൽ നിന്നും ആവശ്യമില്ലാത്ത മാറ്റി. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലിറ്റിൽ കൺവോള്യൂട്ടഡ് പ്രോസസ് ഇഫ് യു വർക്ക് വിത്ത് സമൺ എൽസ്. പക്ഷേ ഇതിപ്പോൾ എനിക്കറിയാം, ഐ നോ വാട്ട് ഐ വോണ്ട് ടു ഡു. ഐ തിങ്ക് ദി knowledge about world music is very, very important for a director. ലിറ്ററേച്ചർ അറിയുന്ന പോലെ തന്നെ വേൾഡ് മ്യൂസിക്കിലെ പല ട്രെൻഡ്സിനെ കുറിച്ചും അതുകൊണ്ടുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചുള്ളൊരു അറിവ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സോ ഐ കീപ് ഡൂയിങ് ദാറ്റ്. ഐ കൈൻഡ് ഓഫ് ലിസൺ ടു ഓൾ ടൈപ്സ് ഓഫ് മ്യൂസിക് വേൾഡ് ഓവർ. മ്യൂസിക്കിൻ്റെ പല രീതിയിലുള്ള ഭാവ വ്യത്യാസങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഗ്രേറ്റ് കമ്പോസേഴ്സ് ഫിലിം മ്യൂസിക്കിൽ ചെയ്തെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. So that is another aspect of filmmaking which I get a kick about. സാറിൻ്റെ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് സാർ? ഇപ്പം അഡാപ്റ്റേഷൻസ് ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഇൻസ്റ്റൻ്റ്ലി തോന്നുന്ന ഒരു ഐഡിയ ആണോ, അതല്ലെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ ബ്രൂയിങ് ഇൻ യുവർ മൈൻഡ് ഫോർ ഓവർ സോ മെനി ഇയേഴ്സ്? അന്ന് ഞാൻ വായിച്ചൊരു ബുക്ക് എനിക്കിപ്പോൾ ഐ എം റെഡി എന്നുള്ളൊരു തോന്നലാണോ, അല്ലെങ്കിൽ വെൻ യു സ്റ്റാർട്ട് എ ഫ്രഷ് ഐഡിയ ഓൺ യുവർ ഓൺ? എങ്ങനെയാണ് സാറിൻ്റെ, എപ്പോഴാണ് സാർ ഓക്കെ പെൻ ആൻഡ് പേപ്പർ എടുത്ത് എഴുതാം എന്നുള്ളൊരു പ്രോസസ്സ്? വായിക്കുന്ന പുസ്തകങ്ങൾ തീർച്ചയായും വലിയൊരു ഇംപ്രഷൻ സ്വാധീനം ചെലുത്താറുണ്ട്. അത് സിനിമയാക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അതിലേക്ക് ഒരു ടെംപ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ സാർ സ്പെസിഫിക് ആയിട്ട് തേടി പോകാറുണ്ടോ? ഇല്ല, സിനിമയാക്കാൻ വേണ്ടി ഞാൻ വായിക്കാറില്ല. പക്ഷേ ഐ കീപ്പ് ഇൻ ടച്ച് വിത്ത് ഒരു കറണ്ട് ലിറ്ററേച്ചർ വേൾഡ് ഓവർ. നമ്മളുടെ ഭാഷയിലായാലും ഇംഗ്ലീഷിലായാലും മറ്റ് യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ ഭാഷകളിലായാലും കറണ്ടായിട്ടുള്ള ഒരു ലിറ്റററി സെൻസിബിലിറ്റി എന്താണെന്ന് അറിയാൻ ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അതിൽ ചിലത് നമുക്ക് സിനിമയുടെ ഫോമിലേക്ക് അഡാപ്റ്റബിൾ ആയിരിക്കും. ചില ഗ്രേറ്റ് നോവൽസ് മേ നോട്ട് ബി, കാരണം അത് ഒരുപക്ഷെ ഒരു ക്യാരക്ടറുടെ തോട്ട് പ്രോസസ് ആയിരിക്കും, അല്ലെങ്കിൽ റൈറ്ററുടെ തന്നെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ളൊരു പ്ലെയിൻ ആയിരിക്കും. ബട്ട് ദർ ആർ സ്റ്റോറീസ് ഇൻ വിച്ച് ക്യാരക്ടേഴ്സ് ഹാപ്പൻ, ദർ ഇസ് എ ഡെഫിനറ്റ് പ്ലോട്ട് ആൻഡ് ഇറ്റ്സ് അതൊരു 1-2 മണിക്കൂറിനുള്ളിൽ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തരം നറേറ്റീവായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അങ്ങനെ ആ സ്യൂട്ടബിലിറ്റി നമ്മളെ പലപ്പോഴും അതിലെത്തിക്കും. അങ്ങനെയാണ് ഈ കഥകളിലൊക്കെ എത്തിയത്. അഗ്നിസാക്ഷി ചെയ്യാൻ ആഗ്രഹിച്ചത് ആക്ച്വലി ഒരു ടെലിവിഷൻ ഫിലിമായിട്ടായിരുന്നു. അന്ന് ഞാൻ ദൂരദർശനിൽ വർക്ക് ചെയ്തുകൊണ്ട്. പിന്നീട് ഒരു വി ബാബു എന്നുള്ള പ്രൊഡ്യൂസറിനോട് ചോദിച്ചു ഇത് സിനിമ ആയിക്കൂടെ എന്ന്. അങ്ങനെയാണ് സിനിമയ്ക്ക് പോകുന്നത്. ഒബ്വിയസ്ലി ആ കഥ വായിച്ചപ്പോൾ നമ്മളിലുണ്ടായിട്ടുള്ള ആ ഒരു ഇനീഷ്യലായിട്ടുള്ളൊരു ഫ്ലെയിം ഉണ്ടല്ലോ, ഒരു ഇമ്പൾസ് ഉണ്ടല്ലോ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് വലിയ ബുദ്ധിമുട്ടാണ്. തിരക്കഥ എഴുതുമ്പോൾ മാത്രമല്ല, അത് സിനിമയാകുമ്പോഴേക്കും ബിക്കോസ് യു ആർ ഡീലിംഗ് വിത്ത് 1000 അതർ പ്രോബ്ലംസ്. ലോജിസ്റ്റിക് ആയിട്ടുള്ളത്, ക്രിയേറ്റീവ് ആയിട്ടുള്ളത്, മീഡിയത്തിൻ്റെതായിട്ടുള്ള ഡിഫറൻസുകൾ. പക്ഷെ അതിലൂടെ എല്ലാം അതിൻ്റെ ആ കോർ ഫ്ലെയിം ഇൻടാക്റ്റായി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഇത്. സംഹൗ ഐ തിങ്ക് അഡാപ്റ്റേഷനിൽ എനിക്കത് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഐ തിങ്ക് ഒരു നല്ല കണ്ടന്റ് ആവുക എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു. ഇഫ് യു ഹാവ് വോൺ ദാറ്റ്. ഇപ്പോൾ എൻ്റെ സിനിമകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ളൊരു മികവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ അട്രിബ്യൂട്ട് ഇറ്റ് ടു ദ ഗ്രേറ്റ് റൈറ്റേഴ്സ് ഓവർ ഹൂം ഐ എം സ്റ്റാൻഡിങ്. എൻ്റെ ടോൾനെസ് അതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. ലളിതാംബിക അന്തർജനത്തിൻ്റെയും ആൽബർട്ട് കമ്യുവിൻ്റെയും ടെന്നസി വില്യംസിൻ്റെയൊക്കെ ചുമലിൽ കയറി നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ആ ഹൈറ്റ് തോന്നുന്നത്. ഇതിൻ്റെ ഒരു വളരെ അടിസ്ഥാന വിശ്വാസമാണ്. സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കഥകൾ പലപ്പോഴും അത് കൺകോക്ഷൻസായി അവസാനിക്കണം. ഐ എം നോട്ട് ജനറലൈസിങ്, ബട്ട് മോസ്റ്റ് ഓഫ് ദം. കാരണം അത് ഒരുപാട് പ്രീ കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്ന ആക്ടർക്ക് വേണ്ടി, ഇന്ന ടൈപ്പ് ഓഫ് ട്രെൻഡ്സിന് വേണ്ടി, ഇന്ന ഡെമോഗ്രഫിക്ക് വേണ്ടിയിട്ട്, ഇന്ന ബഡ്ജറ്റിന് വേണ്ടി. So there are so many elements coming into it which are actually impure, which doesn't have anything to do with what you're saying. Whereas great literary works are, there is nothing else between the writer and the theme. അത്രയും പ്യൂർ ആണ്, അത്രയും വാല്യുബിൾ ആണ്. So great literature has that value, and I would like to base my work on something like that. Instead of flimsy ആയിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടുന്ന, I have done the same thing to some extent. അതുകൊണ്ട് ഞാനത് ഐ എം നോട്ട് സെയിങ് ദറ്റ് ഐ എം അതിൽ നിന്ന് ഇമ്മ്യൂണാണെന്ന് പറയുകയല്ല, പക്ഷേ ഐ പ്രിഫർ ഹാവിങ് ദാറ്റ് കൈൻഡ് ഓഫ് എ ബേസ്. അതുകൊണ്ടാണ് ഞാൻ അത്തരം റൈറ്റിങ്ങിലേക്ക് പോകുന്നത്. ഒറിജിനലായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സുഖവും ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പോൾ ഋതു എന്നുള്ളത്
ആക്ച്വലി IT ഒരു ബൂം ഉണ്ടായ അതിൻ്റെ തുടക്കത്തിലുള്ള കാലഘട്ടത്തിൽ ഐ വാസ് ലിവിങ് വിത്ത് പീപ്പിൾ ഫ്രം ടെക്നോ പാർക്ക്, വെരി ക്ലോസ് ബൈ, ഇൻട്രാക്ടിങ് ആൻഡ് ഓൾ ദാറ്റ്. സോ അവരുടെ ഒരു വാല്യൂ സിസ്റ്റം, അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം എന്നെ ഒരു ഇൻട്രീഗിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ റൈറ്റർ ജോഷുവ ന്യൂട്ടനുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അതിനെപ്പറ്റി നമുക്ക് ചെയ്യാം, അതിലെ കുറേ കഥാപാത്രങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ഓർ ഹെയ് ജൂഡ് ഫോർ ഇൻസ്റ്റൻസ് നിർമ്മൽ ചെയ്തത്, അതുമൊക്കെ അങ്ങനെയാണ്. ഞാൻ ഇവിടെ കോവളത്തൊരു ബീറ്റിൽസ് കഫേ ഉണ്ടായിരുന്നു ഹവ ബീച്ചിൽ. ഞാനവിടെ ഞങ്ങൾ പോയിരുന്നു ഫാമിലിയായിട്ട് എപ്പോഴും. അപ്പോൾ ഒരു ഐ യൂസ് ടു സി എ ലോണർ, ഒരു ഗിറ്റാറും പിടിച്ചൊരു പയ്യൻ എപ്പോഴും അവിടെ ഉണ്ടാവും. ഗിറ്റാർ കേസിലൊക്കെ മടക്കി വെച്ചിട്ടാണ്. യു വുഡ് ജസ്റ്റ് ഹാവ് എ സൂപ്പ് ഓർ സംതിങ്. അങ്ങനെ അവനോട് ഞങ്ങൾ ചാറ്റ് ചെയ്തു. അപ്പോൾ അവൻ്റെ ഒരു ലോൺലിനെസ്, അവൻ്റെ ഒരു അതിൽ നിന്നൊക്കെയാണ് ഹേയ് ജൂഡ് ഉണ്ടാവുന്നത്. സോ അങ്ങനെയും സംഭവിക്കാറുണ്ട്. ബട്ട് given a choice, I would like to base something on a writer, a writer's original creation. Not for I'm not a writer myself. I can write a film script. That's different from writing a story. കാരണം സ്റ്റോറി റൈറ്റിംഗ് എന്ന് പറയുന്നത് വേറൊരു സ്കില്ലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ഡയറക്ടർ ആവുക എന്നുള്ളത് വേറൊരു സ്കില്ലാണ്, സ്ക്രീൻ പ്ലേ ഉണ്ടാക്കുക എന്നുള്ളത് വേറൊരു സ്കില്ലാണ്. അപ്പോൾ അതിൽ മികവ് തെളിയിച്ച ആളുകളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് മുമ്പിലുള്ള ഓപ്ഷൻസ്. സാർ ഇപ്പോൾ നേരത്തെ ഹെയ് ജൂഡിനെ പറ്റി പറഞ്ഞ പോലെ സാറിൻ്റെ ഒരു സിനിമകളിൽ നിന്നൊരു ഡിപ്പാച്ചറായിരുന്നു. ഒരു സാറ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സിനിമകളാണ് ചെയ്തത്, പക്ഷേ അതിൽ നിന്ന് മൊത്തത്തിൽ ഒരു മാറ്റമായിരുന്നു ഹെയ് ജൂഡ്. അതൊരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു. ഐ ഷുഡ് മേക്ക് എ ലൈറ്റർ ഫിലിം എന്നുള്ളൊരു കോൺഷ്യസ് ഡിസിഷൻ ഉണ്ടായിരുന്നു അതിന് പിന്നിൽ. ബിക്കോസ് കുറേ ഇറ്റ്സ് എ വെരി ഡാർക്ക് സബ്ജക്ട്. ഇറ്റ് ഈസ്. അത് നമുക്ക് അതൊരു പ്രധാനപ്പെട്ട ഒരു ഗൈഡ് ലൈനായിരുന്നു. എന്ന് വെച്ചാൽ അമിതാഭ് ബച്ചനും പിക്കു കണ്ട ശേഷം എനിക്കത് അങ്ങനെ ഒരു തിങ്കിങ്ങിലേക്ക് പോയത്. കാരണം പിക്കുവിൻ്റെ കണ്ടന്റ് is very dark actually. It's about death and loneliness and old age and all that stuff, you know, constipation എന്നൊക്കെ പോലുള്ള വളരെ സബ്ജക്റ്റ് ആണ്. But the way they treated it was very touching and funny and lively and all that. So that made me think. അങ്ങനെ ഈ പറഞ്ഞ ബീറ്റിൽസ് കഫേയിലെ കണ്ട പയ്യനും ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് അതിലേക്ക് എത്തുന്നത്. ദെൻ ഞാനും നമ്മളും കൂടി അതിൻ്റെ ഒരു എക്സ്കവേഷൻ തുടങ്ങി, അത് റിസർച്ച് ചെയ്ത് കുറേ. അങ്ങനെയാണ് ആസ്പെർജേഴ്സ് സിൻഡ്രോം എന്നുള്ള ഇതിലേക്ക് എത്തിയത്. യു വാണ്ട് ടു എക്സ്പ്ലോർ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, ഡിഫറെൻറ്റ് ടോൺസ്, ഡിഫറെൻറ്റ് മ്യൂസിക്. ആക്ച്വലി എപ്പോഴും അങ്ങനെയും വരും. ഇന്ന ടൈപ്പ് ഓഫ് മ്യൂസിക് ഉപയോഗിക്കും. എനിക്ക് പല കമ്പോസേഴ്സിനെ കൊണ്ട് അതിൽ പല കമ്പോസേഴ്സ് ഐ ജസ്റ്റ് വാണ്ട് ടു യൂസ്. നമ്മൾ ഫോറിൻ ഫിലിമെ കണ്ടില്ലേ, യു ജസ്റ്റ് പർച്ചേസ് എ സൗണ്ട് ട്രാക്ക് ആൻഡ് യൂസ് ഇറ്റ്. അങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പ്ലോറേഷൻ്റെ ഒരു സ്പിരിറ്റ് കൂടി അതിലുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം OTT ഒരു വളരെ വലിയ റിയാലിറ്റിയാണ് നമ്മുടെ മുമ്പിൽ. സാർ നേരത്തെ ടെലിവിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ടെലിഫിലിംസ് എടുത്തിട്ടുണ്ട്, വളരെ മികച്ച അഭിപ്രായം കിട്ടിയിട്ടുണ്ട്, അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. വുഡ് യു ലൈക്ക് ടു വെഞ്ചർ ഇൻ ടു ലൈക്ക് ഒരു ലോങ് ഫോമാറ്റ്, ഒരു വെബ് സീരീസ് അല്ലെങ്കിൽ ഒരു ലോങ് ഫോമാറ്റ് സ്റ്റോറി ടെല്ലിംഗിലേക്ക് പോവുകയോ? ഓഫ് കോഴ്സ്, വൈ നോട്ട്? അതിനെപ്പറ്റി ആലോചനകൾ തീർച്ചയായും നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനൊരു സിനിമാ തിയേറ്ററിൽ മാത്രമുള്ള സിനിമയിൽ വലിയ ഫാനൊന്നുമല്ല. ഐ എം നോട്ട് എ ബിലീവർ ഇൻ ദാറ്റ് ആക്ച്വലി. സിനിമാ തിയേറ്ററിൽ ചില സിനിമകൾ കാണുന്നത് സിനിമാ തിയേറ്ററിലായാലും നന്നായിരുന്നു. പക്ഷേ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകൾ അധികവും എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിൽ കാണുന്നതാണ് ഇഷ്ടം. ഓൺ മൈ ലാപ്ടോപ്പ്, ഓൺ മൈ ബെഡ്റൂം ടെലിവിഷൻ. ഇറ്റ്സ് ലൈക്ക് റീഡിങ് എ ബുക്ക്. ഇറ്റ്സ് ലൈക്ക് അങ്ങനത്തെ സിനിമകളാണ് എനിക്കിഷ്ടം. സോ അതുകൊണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് വലുതായി മിസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ആളൊന്നുമല്ല. ബട്ട് ഇറ്റ് ഈസ് നീഡഡ് വെൻ ഇറ്റ്സ് നീഡഡ്. അതുകൊണ്ട് ഈ ഫോർമാറ്റ്സ് എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഐ എം സീരിയസ്ലി വർക്കിംഗ് ഓൺ ദാറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ടുള്ള അത് ചെയ്ത് കഴിഞ്ഞു. വേറെ 1-2 പ്രോജക്റ്റുകൾ പറ്റിയുള്ള സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു വേറൊരു മീഡിയം അല്ലേ ലോങ് ഫോമാറ്റ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്? ഒരു സിനിമയിലും ഇഫ് യു ടേക്ക് ദി ഡിഫറെൻറ്റ് ആക്ട്സ്, അതിൽ നിന്ന് വൺ ആക്ട് വുഡ് ഹാവ് എ മൈനർ ക്ലൈമാക്സ് വിച്ച് ലീഡ്സ് ടു ദ നെക്സ്റ്റ് വൺ. ആ പ്രിൻസിപ്പിൾസ് എല്ലാം യുനോ ഡ്രമാറ്റർജിയുടെ പ്രിൻസിപ്പിൾ എല്ലാം സെയിം തന്നെ. ബട്ട് അൾട്ടിമേറ്റ്ലി ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു സെൻസിബിലിറ്റി, അതിനകത്തുള്ള ഹ്യൂമൻ എക്സ്പീരിയൻസിനെ എക്സ്പ്ലോർ ചെയ്യുന്നത്, അതിനെ എങ്ങനെ ഒരു പുതിയ വിഷ്വൽ ഇതിലേക്ക് മാറ്റാം, ഈ പോസിബിലിറ്റീസ് എല്ലാം ലോങ് ഫോർമാറ്റിലുണ്ട്. So, in fact, more. Yeah. Actually, you can explore much more in depth and in breadth. അതുകൊണ്ട് I think it's fascinating. Surely I will do that. പക്ഷേ അതേ സമയത്ത് OTT വന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ വിചാരിച്ചു ഇൻഡിപെൻഡൻറ്റ് സിനിമയ്ക്ക് ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റിമേറ്റ് ആയിട്ടൊരു പേഴ്സണൽ വ്യൂയിങ്ങിന് പറ്റിയൊരു സ്പേസ് ആയിരിക്കും വരുന്നത്. പക്ഷേ വാട്ട് ഹാപ്പൻഡ് വാസ് സ്റ്റാർസ് ഉള്ള പടങ്ങളും വലിയ പടങ്ങളുമാണ് OTT പ്രിഫർ ചെയ്തത്. അതുകൊണ്ട് ഇപ്പം
ആൾക്കാർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ, തിയേറ്ററിൽ പോകണോ OTT കാണണോ, അല്ല തിയേറ്ററിൽ ആൾക്കാർ കയറുന്നില്ല എന്ന് പറയുന്നു, വലിയ മാസ് സിനിമകൾ അല്ലെങ്കിൽ മെഗാ ബഡ്ജറ്റ് സിനിമകൾക്ക് മാത്രം ആളുകൾ കയറുന്നു എന്നൊരു ടോക്കുണ്ട്. എൻ്റർടൈൻമെൻറ്റ് വേണം, നമുക്ക് റിയലിസ്റ്റിക് കണ്ടു മടുത്തു, ഇതൊക്കെ ഒരുപാട് ടോക്സ് ഇങ്ങനെ ചുറ്റും നടക്കുന്നുണ്ട്. സാർ എനി ഇന്നോവേറ്റീവ് മാർക്കറ്റ് അസെപ്റ്റ്സ് ഇറ്റ്, ജസ്റ്റ് എന്താ അതിൽ സീച്ച് നടത്തണം. പിന്നെ മാർക്കറ്റിൻ്റെ ഫോഴ്സസ് തന്നെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ വ്യത്യസ്തമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള ആശയങ്ങളും സ്വപ്നങ്ങളും ഒന്നൊക്കെ ഇല്ലാതായി കഴിഞ്ഞു. ഫിലിം ഇൻഡസ്ട്രിയിൽ അത് വലിയ തോതിൽ നടന്നു. നമ്മൾ ഈ സോ കോൾഡ് ഒരു പാരലൽ സിനിമ ഓർ ദ ക്വാളിറ്റി സിനിമ ഓർ ദ ആർട്ട് സിനിമ അതും എല്ലാം അട്ടിമറിക്കപ്പെട്ടു. ആൻഡ് തീർച്ചയായും പുതിയ മീഡിയംസ് ഒക്കെ വന്നപ്പോൾ നമ്മളുണ്ടായിട്ടുള്ള പല പ്രതീക്ഷകളും ഇപ്പോൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ബേസിക്കലി ഉണ്ടാക്കി കഴിഞ്ഞ സിനിമകളുടെ ഒരു അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് അത് മാത്രമായി കഴിഞ്ഞിരിക്കുന്നു OTT. കുറേ പേര് പോയി ഡംപ് ചെയ്യുന്ന പോലും അത്രയേ ഉള്ളൂ. ടെലിവിഷനേക്കാളും മുകളിലൊരു ലെവൽ പീപ്പിൾ ഹു ക്യാൻ അഫോർഡ് ടു ഹാവ് പർച്ചേസ് ദ സബ്സ്ക്രിപ്ഷൻ. സോ ഇറ്റ് ഈസ് വെരി സാഡ്, ബട്ട് സ്റ്റിൽ വൺ കീപ്സ് വർക്കിംഗ് ഓൺ ഇറ്റ്. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അതിന് ഇൻ ബിറ്റ്വീൻ ഒരു വയ മീഡിയ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. രണ്ടിനെയും കൂടി ബ്ലെൻഡ് ചെയ്തുകൊണ്ടൊക്കെ സാധ്യമാണ്. നമ്മൾ സിനിമയിൽ എപ്പോഴും ശ്രമിച്ചിരുന്നത് തന്നെയാണ്. ലൈക്ക് സോ കോൾഡ് ഇൻ്റലിജൻസ് സിനിമയും ഒരു പോപ്പുലാരിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് ഈ ഇന്നത്തെ ജനറേഷൻ അത് കൂടുതൽ തെളിയിച്ചിരിക്കുന്നു. ആൻഡ് ദ ക്ലെയിം ദാറ്റ് റിയലിസ്റ്റിക് സിനിമ ഈസ് ബോറിംഗ് ആയി കഴിഞ്ഞിരിക്കുന്നു പറയുന്ന ഒരു വല്ലാത്തൊരു ഫാലസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് നോട്ട് ട്രൂ അറ്റ് ഓൾ. ഇൻട്രസ്റ്റിംഗ് ഫിലിംസ് വിൽ ഡെഫിനറ്റ്ലി കം. ഐ പേഴ്സണലി cannot stand it. അത് വേറൊരു ജോണർ അല്ലേന്ന് പറയുന്നവരുണ്ട്. ഐ ജസ്റ്റ് കാൺ സ്റ്റാൻഡ് ഇറ്റ്. 2 hours എൻ്റെ ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ചിലവാക്കുന്നതിനെ പറ്റി എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ബട്ട് നമുക്ക് ചുറ്റുമുള്ള ലൈഫിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ്, ഐറണീസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്ട്സ് അവതരിപ്പിക്കുന്ന സിനിമകൾ ധാരാളം പുതിയ സിനിമകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് എൻജോയ് വാട്ട് എവർ വി ഹാവ് അറ്റ് ദ മൊമെൻറ്റ്. അപ്പോൾ സാർ ഈ അടുത്ത കാലത്ത് കണ്ട സാറിനെ ഇംപ്രസ് ചെയ്തു അല്ലെങ്കിൽ സാറുമായിട്ട് കോഡ് സ്ട്രൈക്ക് ചെയ്ത ഒരു കുറച്ച് മലയാള സിനിമകളെ നമുക്ക് 1-2 വർഷങ്ങൾ ആയിട്ട് ഒരു അസസ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ മനസ്സിൽ നിൽക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിംസ്, ഒന്ന് തിങ്കളാഴ്ച നിശ്ചയം എന്നുള്ള ആ ഒരു ഫിലിം ഇസ് ഡെഫിനറ്റ്ലി വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഭൂതകാലം എന്നുള്ളൊരു സിനിമ ഒരു സസ്പെൻസ് ജോണറിൽ നിന്നുകൊണ്ട് തന്നെ മറ്റു പല ലെയേഴ്സിനും അത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ആവാസവ്യൂഹം എന്ന് പറയുന്നുള്ളൊരു സിനിമ ആസ് പാർട്ട് ഓഫ് IFFK കാണാൻ പറ്റി. പിന്നൊരു സിനിമ സിദ്ധാർത്ഥ ശിവ ചെയ്തൊരു സിനിമ, അതാരും അധികം കണ്ടിട്ടില്ല, ഇന്നിവർ എന്ന് പറയുന്നത്. കണ്ടിട്ടില്ല. വെരി നൈസ് ഫിലിം, വെരി പവർഫുൾ ഫിലിം, വെരി സിമ്പിൾ. അങ്ങനെ ധാരാളം സിനിമകൾ തീർച്ചയായും വർത്ത്. ജോജി ഓഫ് കോഴ്സ് ഈസ് എ ഗുഡ് ഫിലിം. പക്ഷേ ആസ് എൻ ആക്ടർ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് സാറിന് ഇപ്പോൾ ഒരു ആക്ടർ ആയതിനു ശേഷം ഹൗ ഹാസ് ഇറ്റ് ഹെൽപ്ഡ് യു ഇൻ യുവർ ഡയറക്ടോറിയൽ പ്രോസസ്? അതേപോലെ തന്നെ സാറിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അഭിനയിക്കുമ്പോൾ എങ്ങനെയാണ് സാറിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഞാൻ ഈ ആക്ട് ചെയ്തത് മുഴുവൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഫിലിം ഏതോ ഡയറക്ടർ ഓർ ക്രൂ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ജസ്റ്റർ എന്നുള്ള രീതിയിലാണ് ഞാനതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. either മൈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അങ്ങനെയൊക്കെയുള്ള. സോ ഒരു ആക്ടർ എന്നുള്ള നേരത്തെ പറഞ്ഞുള്ളൊരു ഫേസ് ഒന്നുമില്ല. ഐ മേ കണ്ടിന്യൂ ടു ഡു ഇറ്റ് ഇഫ് ഇറ്റ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇത് കിട്ടുകയാണെങ്കിൽ ചെയ്യാം എന്നേ ഉള്ളൂ. ബട്ട് ബേസിക്കലി ഒരു ആക്ടർ ഒരു സെറ്റിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാനും കൂടി എനിക്ക് അവസരം പറ്റിയ കേട്ടോ. എന്നുവെച്ചാൽ പൊതുവേ ഡയറക്ടേഴ്സ് ആർ സോ ഇൻവോൾവ് ഇൻ എവറിത്തിങ് എൽസ്. ആക്ടറെ ശ്രദ്ധിക്കുന്നവർ വളരെ കുറവേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ആക്ടർ ചെറിയ ആക്ടറാണെങ്കിൽ പോലും ഒരു ചെറിയൊരു ഫങ്ഷനെ അതിലുള്ളൂ എങ്കിൽ പോലും അയാൾക്കത് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത് വളരെ കുറവ് ആളുകൾ ഞാൻ കണ്ടിട്ടുള്ളത്, വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അതിപ്പോൾ ശ്യാമപ്രസാദ് ആയാലും ഇന്ദ്രൻസ് ആയാലും മമ്മൂട്ടി ആയാലും എവറി ആക്ടർ ഈസ് ഇൻസെക്യൂർ ബിഫോർ ദ ക്യാമറ. അത് അവർ തിരിച്ചറിയുന്നില്ല. കാരണം അത് സംതിങ് ഈസ് ഒബ്സർവിങ് അസ്, എവറിബഡി ഈസ് വാച്ചിങ് യു ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനം പെർഫോം ചെയ്യേണ്ടത് അൺലെസ് വി ഹാവ് ഗ്രേറ്റ് ക്ലാരിറ്റി അബൌട്ട് ഇറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഓർ യു ക്യാൻ ഫംബിൾ ത്രൂ ഇറ്റ്, യു ഗെറ്റ് എ ടേക്ക് ആൻഡ് ദെൻ പലരും റിഹേഴ്സൽസ് തന്നെ ചെയ്യാറില്ല. ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആക്ടർക്ക് കുറേയും കൂടി അറ്റൻഷനും കോൺഫിഡൻസും സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ ആവശ്യകത എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ ഞാനൊരു പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് നടനല്ലാത്തതുകൊണ്ടായിരിക്കാം ആശങ്കകൾ കൂടുതലുള്ളത്.
പക്ഷേ ഐ എം ഷുവർ എന്നോട് ഒരേ കണ്ടുള്ള സമയത്തൊക്കെ മമ്മൂക്ക പറയായിരുന്നു, ഇറ്റ്സ് എ സെയിം തിങ്. ലൈക്ക് ഒരു ക്യാമറയ്ക്ക് മുമ്പിലുള്ള ആക്ടർ ഈസ് ഓൾവേസ് നെർവസ് ഇൻ ദ സെൻസ്, എസ്പെഷ്യലി ഇൻ ദ ഫസ്റ്റ് ഫ്യൂ സീൻസ് ക്രൂ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത്. കാരണം അവർക്ക് എന്താണ് വേണ്ടതെന്ന് കറക്റ്റായിട്ട്, അതിനൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രീ റിഹേഴ്സൽസ് ഒക്കെ സഹായിക്കും. ബിക്കോസ് യു ആർ സെറ്റ് by the time you are before the camera. So the shooting time is basically for the technology, for the cameraman, production designer. Actor is already ready there. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ ഇല്ലായ്മയുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്. സോ ഇറ്റ് ഹാഡ് ഡെഫിനറ്റ്ലി ബി എൻ എഡ്യൂക്കേഷൻ. ഈ നുവാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഉണ്ട്, ചെയ്യണമെങ്കിൽ സംതിങ് മോർ സട്ടിൽ, സംതിങ് വിച്ച് യു ക്യാൻ ഇൻറ്റർപ്രറ്റ് ഇൻ യുവർ ഓൺ വേ. അങ്ങനെയുള്ള അവസരങ്ങളൊന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ. But yeah, most have been a friendly experience being there, supporting them and all that. ഇപ്പോൾ ക്രോസ് ഓവേഴ്സ് ഒരുപാട് നടക്കുന്നുണ്ട്, ഒരുപാട് ലാംഗ്വേജസ് മാറി മാറി ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. സാറിന് എപ്പോഴെങ്കിലും മലയാളത്തിലല്ലാണ്ട് ഒരു സിനിമ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും? ചെയ്ത് കൂടായികയില്ല. ഇപ്പോൾ പോസിബിലിറ്റീസ് ഒരുപാട് കൂടുതൽ. ഡെഫിനറ്റ്ലി. അതെ, ഇപ്പോൾ ഗുഡ് തിങ് അബൌട്ട് OTT is that it is all over the place. നമ്മുടെ ഇന്ത്യൻ മറ്റ് ഭാഷകളിലുമൊക്കെ അത് ഡബ് ചെയ്ത് വരുന്നു, ഇൻ്റർനാഷണലി അത് കാണപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമല്ലേ. സോ അതുകൊണ്ട് അതൊരു ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഡൂവബിൾ ഏരിയ, പ്രൊവൈഡഡ് ഇറ്റ്സ് എ റൈറ്റ് പ്രോജക്റ്റ് വിച്ച് ഓൾസോ കണക്ട്സ് വിത്ത് മീ. എനിക്കൊരു അസോസിയേഷനും ഒരു ഐഡൻറ്റിഫിക്കേഷനും തോന്നാത്തൊരു കഥ എനിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഭാഷയും സാറിന് അറിഞ്ഞിരിക്കണമല്ലോ ആ ഭാഷ. ദാറ്റ്സ് ഓക്കെ, അത് അത്ര വലിയൊരു സംഭവമല്ല അത്. Because you can always get translators in it and all that. We have seen, international directors working in different languages, completely foreign languages and all that. So it is possible. അതിനേക്കാളും കൂടുതൽ അത് ഒരു റൂട്ടഡ് ആയിട്ടുള്ള സ്റ്റോറിയൊക്കെ ആണെങ്കിൽ then your understanding of the culture and the nuances and all that, അത് ഇതിലേക്ക് പോകേണ്ടി വരും. എന്നാൽ അതിൻ്റെ യൂണിവേഴ്സാലിറ്റി ഉണ്ടാവണം. രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റൊക്കെ മേ ബി ഐ ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. പിന്നെ അഗൈൻ സാർ ഒരുപാട് മലയാളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ പ്രധാന നടന്മാരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ലാൽ സാറുമായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഡ്രാമയിൽ. അപ്പോൾ എന്താണ് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തും കൂടി ചോദിക്കുകയാണ്, സാറിൻ്റെ സിനിമയിൽ ലാൽ സാറിനെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. അത് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ സാർ? കുറേ വർഷങ്ങൾക്ക് മുമ്പും തന്നെ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഒന്നിൻ്റെ പ്രോജക്റ്റുകളൊക്കെ ആലോചിച്ചു, പക്ഷേ അതൊന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് ബ്ലോസം ചെയ്ത് വന്നില്ല. എൻ്റെ കുഴപ്പമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ആ സമയത്ത് ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും കടന്നു പോകും. ഇന്ന ആക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടറെ വെച്ചൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു അല്ല എൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള മോഹം. അതുകൊണ്ടും കൂടി ആയിരിക്കാം, അങ്ങനെ ഒരു ഡ്രീമൊന്നും എനിക്കില്ല ഇന്ന ആളെ വെച്ച് ചെയ്യണം എന്നുള്ള. ദർ ഓൾ വെരി വെരി ടാലൻറ്റഡ് പീപ്പിൾ. അവരെ ചെയ്യാൻ പറ്റിയൊരു അവസരം ഈ പറഞ്ഞ പോലെ ഷെഡ്യൂൾ വൈസും അതിൻ്റെ ക്യാരക്ടറിൻ്റെ സൂട്ടബിലിറ്റി വൈസും ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായും ചെയ്യണം. ബട്ട് ഇറ്റ്സ് ഓൾവേസ് ഇൻട്രസ്റ്റിംഗ് ടു വർക്ക് വിത്ത് യങ്ങർ പീപ്പിൾ, സോ ദാറ്റ് you are in touch with new sensibility and new spirit. സർ, ഇപ്പോൾ അവസാനം ചെയ്ത സിനിമ കാസിമിൻ്റെ കടൽ, അത് എപ്പോഴത്തേക്കാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്? അത് തിയേറ്ററുകളായിരിക്കില്ല അതിൻ്റെ റിലീസ്, OTT ആണ് അതുള്ളത്. അത് ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സ്മോൾ ടൗൺ സീ എന്ന് പറഞ്ഞിട്ട് അനീസ് സലീമിൻ്റെ ഒരു കുട്ടിയുടെ കണ്ണിലൂടെ ഒരു കടൽ തീരത്തുള്ള ഒരു ഗ്രാമത്തിലെ ജീവിതവും മരണവും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു കൈൻഡ് ഓഫ് എ കമ്മിങ് ഓഫ് ഏജ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സ്റ്റോറിയാണ്. അതിൽ അറിയപ്പെടുന്ന നടന്മാർ ഹരീഷ് ഉത്തമൻ, ആര്യ സലീമൊക്കെയാണുള്ളത്. അതർവൈസ് എല്ലാം പുതിയ ആൾക്കാരാണ്, കുട്ടികളും ഒക്കെ ആയിട്ട്. സോ അതിപ്പോൾ സ്റ്റുട്ട്ഗാർട്ടിലെ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞ് 2 ആഴ്ച ആയിട്ടുള്ളൂ. മെൽബൺ ഫെസ്റ്റിവലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, 14th. സോ അതങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫെസ്റ്റിവൽ റൺ കഴിഞ്ഞിട്ടായിരിക്കും. അതെ, OTT കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത പ്രോജക്റ്റ് നേരത്തെ ആളോഹരി ആനന്ദം. ആളോഹരി ആനന്ദം ഈസ് വൺ പ്രോജക്റ്റ് വിച്ച് ഹാഡ് ബീൻ ഡെവലപ്പിംഗ് ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. കോവിഡ് കാരണമാണ് അതൊന്ന് മാറിപ്പോയത്. അതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോവലാണ്. എന്താ പറയുക, ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അത് ചെയ്യണം എന്നാണ് വലിയ ആഗ്രഹമുള്ളത്. ഐ എം വർക്കിംഗ് ടുവേർഡ്സ് ദാറ്റ്. പറഞ്ഞ പോലെ ചെറിയ ഷെഡ്യൂൾ കോൺഫ്ലിക്ട്സ് ഒക്കെ അതിലുണ്ടായി. എൻ്റെ തന്നെ ചില പേഴ്സണലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും കൂടി അത് കുറേ വൈകി. ബട്ട് ബൈ ദിസ് ഇയർ എൻഡ് അത് ഷൂട്ട് ചെയ്യാൻ തയ്യാറാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോവിഡ് ടൈം സാർ എങ്ങനെയാണ്, എന്താണ്? മ്യൂസിക് പഠിച്ചു എന്ന് പറഞ്ഞു നേരത്തെ. മ്യൂസിക് പഠിച്ചു. കാസിമിൻ്റെ കടലിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കോവിഡ് സമയത്തായിരുന്നു. മ്യൂസിക് പഠിക്കാൻ ഇറ്റ് വാസ് എ വെരി ബിഗ് പ്രോസസ്. ബട്ട് ഒരു അൺസർട്ടനിറ്റി എപ്പോഴെങ്കിലും എഫക്ട് ചെയ്തിരുന്നു സാർ? ക്രിയേറ്റീവ്ലി ഇല്ല. ഐ വാസ് വെരി ആക്റ്റീവ് ഇൻ ഇറ്റ്. അപ്പോഴാണ് ആ സമയത്ത് ഡെവലപ്പ് ചെയ്തതാണ് എം ടി വാസുദേവൻ്റെ കഥകളുടെ ആ പ്രോജക്റ്റ്.
അതുപോലെ വേറൊരു OTTക്ക് വേണ്ടി ഒരു സാധനത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നോ, ഐ വാസ് നോട്ട് വെരി അലാംഡ് അബൌട്ട് ഇറ്റ്. ആ ഒരു പാരനോയ വലിയ ബാധിച്ച ഒരാളല്ല ഞാൻ. ഐ ഹാഡ് അതർ വറീസ് ടു ടേക്ക് കെയർ ഓഫ് മറ്റ് കാര്യങ്ങൾ. അതുകൊണ്ട് Okay, sir. Thank you so ശരി much. വിവേക്, Thank all the you. best. Thank Looking you. forward to your film also. Thank you so much, sir. Thank you. ഈ കോവിഡ് കാലത്ത് രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യ സംരക്ഷിക്കൂ. ടിയാര സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്.